ഹായ് എവരിവൺ, ശിവദാൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ തേർഡ് പാർട്ടി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കുള്ള ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, 3 പേരും എങ്ങനെയാണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. ഇതൊരു ടൈംലെസ് റീഡിയോ ആണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ, സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കാം. ഇത് നിങ്ങളുടെ എനർജിയാണ്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇത് തേർഡ് പാർട്ടി എനർജി. ഓവറോൾ എനർജി വന്നത് ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്, ചാലഞ്ചിങ് ആണ്. അപ്പോൾ പുതിയ പ്രതീക്ഷയും പുതിയ എല്ലാ പ്രതിബന്ധങ്ങളും വെട്ടിമാറ്റി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 7 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾക്കൊരു ചീറ്റിംഗ് നടന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാം ഒഴിവാക്കി നിങ്ങൾ പോയതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും എല്ലാം എൻഡാക്കിയൊരവസ്ഥയുള്ളത്, സെപ്പറേറ്റഡ് ആയിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. പരസ്പര സ്നേഹം ഇല്ലാതെ ഒരു വീട്ടിൽ തന്നെ ജീവിക്കുന്നുണ്ടാവും, അങ്ങനെയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ പരസ്പര സ്നേഹം ഇല്ലാതെ സെപ്പറേറ്റഡ് ആയി പോയിന്ന് കാണുന്നുണ്ട്. 2 പേരും റിലേഷൻഷിപ്പ് നല്ല രീതിയിലല്ല മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇപ്പോൾ അവർ വിഷമിക്കുന്നതായും, അപ്പോൾ അവർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായതുകൊണ്ട് ഒക്കെ ആയിരിക്കും നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ആ കാര്യം ഓർത്തിട്ടിപ്പോൾ അവർക്ക് വിഷമമുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആരെ ചൂസ് ചെയ്യേണ്ടത്, മുന്നോട്ട് എങ്ങനെ പോകേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിലൊരു വിവാഹം കഴിഞ്ഞ ആളുകളൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചതുപോലെ അത്രയും സ്നേഹത്തിൽ നിന്ന ആളുകളായിരിക്കും. അപ്പം തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടായത് കൊണ്ട് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണുന്നത്, ഒരു ചീറ്റിംഗ് നടന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഇയാൾ വിചാരിക്കുന്നുണ്ട് എത്ര നല്ല സ്നേഹത്തിലുള്ള ബന്ധം, ഇതിപ്പോൾ ഇത്രയും പ്രശ്നം, ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണ് ചെന്നാൽ നിങ്ങളിപ്പോൾ അവരെ അംഗീകരിക്കുമോ എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരു പേജ് ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പം ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അവരിൽ നിന്ന് ലേശം വിട്ട് നിന്ന് കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ആദ്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും നോക്കാതെ ഈ വ്യക്തിയെ പൂർണ്ണമായി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവരെന്ത് നിങ്ങളോട് ചെയ്തിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങളത് ശരിയാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ, അങ്ങനെ പറഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും ശരിയായിരുന്നില്ല എന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, അത്രയും നിങ്ങൾ മാനസികമായി സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നന്നായി റിസ്ക് എടുക്കാൻ കഴിയുന്നതാണ് കാണുന്നത്. നല്ല ഇൻ്റലക്റ്റ് ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. സോർഡ്സ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിയുടെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു പവറൊക്കെ വന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഒരു 3 ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് എന്തായാലും ഒരു തേർഡ് പാർട്ടി ഉള്ള ഒരു ബന്ധം തന്നെയാണ്, റിലേഷൻഷിപ്പ് തന്നെയാണെന്നാണ് കാണുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നന്നായി ചീറ്റിങ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റുന്നില്ല, ഒരു സ്റ്റക്കായി പോകപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. വിട്ടുപിരിയാൻ പറ്റാത്ത വിധം നിങ്ങൾ ആ വ്യക്തിനെ അത്രയധികം സ്നേഹിച്ചു പോയി.
നിങ്ങൾ ഒരുപാട് ആ വ്യക്തിനെ മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഫാമിലി തന്നെയായിരിക്കാം. ഇപ്പോൾ അത്രയും പെയിൻഫുള്ളായ സിറ്റുവേഷനാണ് നിങ്ങൾക്കെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് നിങ്ങളെ അവർ വിട്ട് കളയാൻ തയ്യാറായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നല്ലാതെ പൂർണ്ണമായും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് തേർഡ് പാർട്ടിയുടെ ഒപ്പം അയാൾ പോയതല്ല എന്നാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ചിലപ്പം കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും മനസ്സിലെങ്കിലും. അവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അങ്ങനെ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഈ വ്യക്തി എന്തെങ്കിലും തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങളിരിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു മണിയുമായിട്ട് എന്തോ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇവരുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അവിടെയും വിട്ട് കളയാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളത്. നിങ്ങളുടെ എനർജി ഒക്കെ ഇനി പേഴ്സൻ്റെ എനർജിയാണിത്. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ആദ്യം വന്നത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. പേജ് ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷനിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കിക്കുക. അപ്പം ഈ റിലേഷന് വേണ്ടിയിട്ട് അവർ മുൻപിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പെയിൻ കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുമായുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ടാണ് ഈ റിലേഷൻ അവർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇല്ലാതെയായി പോകും. പിന്നെ നല്ലൊരു സമൂഹത്തിൻ്റെ ഇടയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ ആളായത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അയാൾക്ക് കുറച്ച് റിസ്ക് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രശ്നമാവുന്നത് കൊണ്ട് അവരത് വേണ്ടെന്ന് വെച്ചതാണ്, സ്റ്റോപ്പ് ചെയ്തതാണ്. എന്നാലും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ മെച്യൂർഡായ ഒരാളായിട്ടാണ് കാണുന്നത്. ഒരുപാട് നിങ്ങളുമായി ഒരുപാട് സ്നേഹവും പിന്നെ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുക ആരാധിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും നല്ല ഭയങ്കര അറ്റാച്ച്ഡ് ആയ ആൾക്കാരായിരുന്നു നിങ്ങൾ. അത്രയധികം സ്നേഹം നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ വ്യക്തിനെ പൂർണ്ണമായും ആലോചിച്ച് ജീവിച്ച് ഇരുന്നൊരു സമയം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവർ നിങ്ങളെ തന്നെ ആലോചിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് ഇവർക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണെന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു എല്ലായിടത്തും കടം കൊടുക്കാനോ പ്രശ്നങ്ങളോ എല്ലാവരും പൈസ ചോദിക്കാൻ വരും അങ്ങനെയൊക്കെ ഉണ്ട്. ഐസൊലേഷനില്ല, രോഗാവസ്ഥ, അസുഖം പിടിച്ച് കിടക്കുകയാണ്. ഈ ടെൻഷനും എല്ലാം കൂടി ആയിട്ട് ഇപ്പോൾ അത്രയ്ക്ക് ഒരു വിഷമം പിടിച്ച അവസ്ഥയാണ് ഇവർക്കുള്ളത്. ഒരു മര്യാദയ്ക്കുള്ള ഭക്ഷണമോ ഡ്രസ്സോ ഒന്നും ഇല്ലാതെ ഉള്ള അത്രയും പ്രോവർട്ടി മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. നഷ്ടബോധമാണ്. ഇനിയിപ്പോൾ നഷ്ടപ്പെട്ടത് അയാളുടെ മുമ്പേ ഉള്ള ആ ഒരു പവർ മുഴുവൻ അയാൾക്ക് എങ്ങനെ തിരിച്ച് കിട്ടുമെന്നാണ് അയാളിപ്പോൾ ചിന്തിച്ചിട്ട് എല്ലാവരും അവരെ ഒഴിവാക്കി. അവരുടെ ഈ ഇപ്പം ഇങ്ങനത്തെ ഈ പ്രശ്നം കാരണം ആരും അവരുടെ കൂടെ ഇല്ലെന്നാണ് കാണുന്നത്. വീട്ടുകാരും കൂട്ടുകാരും കുടുംബങ്ങളൊക്കെ അവരെ ഒറ്റപ്പെടുത്തിയ ഒരു അവസ്ഥയുള്ളത്. അത്രയും ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഒരു 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവർക്ക് വെയിറ്റിംഗ് കൂടിപ്പോയതാണ് എല്ലാ പ്രശ്നം. അന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്നിങ്ങനെ ഇത് മുന്നോട്ട് എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി തീർക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഓരോ ദിവസം കഴിയട്ടെ ഓരോന്നിനെ കാത്തിരുന്ന് അവരുടെ സമയം വേസ്റ്റ് ചെയ്ത് അങ്ങനെ മാസങ്ങളും കൊല്ലങ്ങളും കടന്നു പോയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ അധികം ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യരുത്. എന്ത് ചെയ്യാനെന്ന് നമ്മളെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്തെങ്കിലും നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക.
അത് നല്ലതിലേക്കാവണം തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി കടന്നു വന്ന് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന് അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ന്യായം കിട്ടുമെന്നാണ് കാണുന്നത്. ഒരു ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെന്ന ഒരാളെ നോക്കുന്നുണ്ട്, നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ആ കാരണം കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്തത്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ളൊക്കെ ചിന്ത, നിങ്ങൾ അവരെ ചതിച്ചിട്ട് പോയതാണ് എന്ന് വിചാരിക്കുമോ, നിങ്ങൾ ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥയാണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓപ്പണായിട്ട് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിന് കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടാവും, അതൊക്കെ അവർക്ക് അറിയുന്നുമുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു കാത്തിരിപ്പാണ്, അത് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു അൺകണ്ടീഷണൽ ഹെർമിറ്റാണ് ഉള്ളത് വന്നത്. ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളോട് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് പശ്ചാത്താപം ഉണ്ടാകുന്നതായിട്ട് ചെയ്ത തെറ്റുകളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളെ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് അവർക്ക് വന്നിട്ടുണ്ട്. ഇപ്പം വളരെ ശാന്തമായിട്ട് ചിന്തിക്കുകയും എല്ലാ കാര്യത്തിനും വേണ്ട ഒരു സൊല്യൂഷൻ എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതൊരു തേർഡ് പാർട്ടിയുടെ എനർജി. അപ്പോൾ നിങ്ങളുടേത് കഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സൻ്റെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തേർഡ് പാർട്ടീൻ്റെ എനർജി അത്. റീഡിങ് എല്ലാവർക്കും കറക്റ്റായിട്ടുണ്ടാവുന്ന കമൻ്റായി അറിയിക്കണം. എന്നാലേ എനിക്ക് മര്യാദ റീഡ് ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നുള്ളൂ. പുതിയ റീഡിങ് എടുക്കാനും തോന്നും. ഇത് തേർഡ് പാർട്ടീൻ്റെ എനർജിയാണ്. തേർഡ് പാർട്ടിക്ക് അവരുടെ ഒരു സോൾ കണക്ഷനുള്ള ഒരാളുമായിട്ട് ഒരു കണക്ഷൻ വന്നെന്നാണ് കാണുന്നത്. സോൾ കണക്ഷനുള്ള റിലേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടി വളരെ സന്തോഷത്തിലാണ്. അവർക്ക് ഇപ്പോൾ ഉള്ള ആളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന, അവർ മറ്റ് ആളുമായിട്ടുള്ള ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഒരു 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു എന്തെങ്കിലും സാധ്യത വരാൻ വേണ്ടി കാത്തിക്കുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ പേഴ്സണിൽ നിന്ന് അകന്ന് മാറണം അവർക്ക്. അപ്പോൾ അതിനൊരു ചാൻസ് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവരെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം അപ്പോൾ അവർക്ക് ഇവരിപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളടുത്തേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് ഇവർ. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് കഴിച്ചിടാവാ അതും നോക്കിയിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളെ പേഴ്സൺ പൈസ കൊടുക്കാൻ അങ്ങനെ എന്തുകൊണ്ട് അപ്പോൾ അത് കിട്ടിയിട്ട് പോകാമെന്നൊക്കെയുള്ള ഒരു വിചാരം ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 9 ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് വഴക്കിയിട്ടുണ്ടാവും, വായിൽ തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം ഇക്കാരണം കൊണ്ട് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടൊരവസ്ഥയുള്ളത്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ, പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളോട് അവർ വിളിച്ച് പറഞ്ഞിട്ടുള്ളതായിട്ടൊക്കെയാണ് ഇവിടെ കാണുക. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെയും അവർക്ക് ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം, അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ള ആ സോൾമേറ്റ് കണക്ഷനുള്ള വ്യക്തിനെ കുറിച്ചിട്ടാണ് അവരിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അവരോട് അവർക്ക് പ്രണയം തോന്നുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫൈറ്റ് ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ, പൈസ കിട്ടാനോ എന്തേ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് വേണ്ടി വരും ഇവിടുന്ന് പോകേണ്ടി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ അവർ ഒരുപാട് മെനക്കെടുക. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് സ്റ്റെബിലിറ്റി വന്നിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഇവർക്ക് ഫിനാൻഷ്യലി സഫിഷ്യൻ്റ് ആവണം, അതിന് വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ് അവർ ഇരിക്കുന്നത്.
അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുമായിട്ട് എൻഡാക്കി പോകുന്നതാണ് കാണുന്നത്. എല്ലാം ഉണ്ടാക്കി അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ പുതിയ ഒരാളടുത്ത് അവർ ലക്ഷ്യം കണ്ടിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നേടിയിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ അവർക്ക് പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.